സാർ, ഇവോക്ക് എന്താണ്? ഇവോക്കിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഇവോക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾ ഓണേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അതിനെയാണ് ഇവോക്ക് എന്ന് പറയുന്നത്. ഞങ്ങൾ ആദ്യ സമയങ്ങളിൽ ഒരു വാട്സാപ്പ് കൂട്ടായ്മയായിട്ട് തുടങ്ങി. ആ വാട്സാപ്പ് കൂട്ടായ്മ പിന്നെ വളർന്നു വലുതായി അതൊരു രജിസ്റ്റേർഡ് സംഘടനയായി. ഈ രജിസ്റ്റേർഡ് സംഘടനയാക്കാൻ തന്നെ കാരണം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ, വണ്ടി സംബന്ധമായി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇലക്ട്രിക് വണ്ടിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ സംഘടന രൂപീകരിച്ചത്. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾ ഓണേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചു. അതിൽ നിന്നും ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ഒരു വർഷമായി ചാർജ് ഹബ് ഇവോക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി രൂപീകരിച്ചു. അതിലൂടെ ഞങ്ങൾ കേരളത്തിൽ മുഴുവനും ചാർജിങ് സ്റ്റേഷനും വയ്ക്കുന്നു. ഏതാണ്ട് 30 എണ്ണത്തിൻ്റെ പണി പൂർത്തീകരിച്ചു. ലൈവിലാണ് 10 എണ്ണത്തിൻ്റെ വർക്ക് നടക്കുന്നത്. ഈ ഇവോക്ക് എന്താണെന്ന് ചോദിച്ചാൽ, വണ്ടിയെടുത്ത് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും ആദ്യ സമയങ്ങളിൽ വണ്ടി ചാർജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, എവിടാണ് ചാർജിങ് സ്റ്റേഷൻ ഉള്ളതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ, പലപ്പോഴും വണ്ടി വഴിയിലാവുന്ന ഒരവസ്ഥ. ഈ സമയത്തൊക്കെ ഒരു കൂട്ടായ്മ അത്യാവശ്യമായിട്ട് തോന്നിയിട്ടാണ് ഞങ്ങൾ ഇവോക്ക് എന്ന സംഘടന രൂപീകരിച്ചത്. എന്തായിരുന്നാലും 50 പേരിൽ തുടങ്ങിയ സംഘടന ഇന്ന് 6000 പേരോളം ആയിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹം തന്നെ കേരളത്തിൽ മുഴുവനും EV ഉള്ള എല്ലാവരും ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം ഇതൊരു ഇവോക്ക് തറവാടെന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങളൊരു കൂട്ടുകുടുംബമാണ്. എല്ലാവരും ഇതിനകത്ത് വലിയ ആത്മബന്ധം പുലർത്തുന്നവരാണ്. ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും പോയി പെട്ടുപോയാൽ അവിടെ സഹായിക്കാൻ നമ്മുടെ ആളുകൾ എത്തുന്നു. അതുപോലെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും നമ്മൾ വണ്ടിയും കൊണ്ട് പോകുന്ന ആളുകളാണ്. ചിലപ്പം ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ആക്സിഡന്റ് മറ്റു കാര്യങ്ങളൊക്കെ പറ്റും, സ്വാഭാവികമാണല്ലോ. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ പോലും അവിടെയുള്ള ആളുകൾ ചിലപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ വരും. ഈ സമയത്താണ് ഇതിന്റെ പ്രാധാന്യം വ്യക്തമായി നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. കാരണം ആ സമയത്ത് നമ്മുടെ അസോസിയേഷനിൽ അറിയിക്കുകയും പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആളുകൾ അവരുമായിട്ട് സഹായിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കുകയും അവിടെ പോയി സഹായിക്കുകയും ചെയ്യും. അതുപോലെ വണ്ടി യഥാർത്ഥത്തിൽ സർവീസ് സെന്ററിനൊക്കെയായാലും ഹെൽപ്പുകൾ ഇവോക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. എവിടെയെങ്കിലും പോയി ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു, വണ്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ അസോസിയേഷനിലുള്ള ആളുകൾ ചാർജറും കൊണ്ട് 50 കിലോമീറ്റർ വരെ ദൂരെ പോയി ആ ചാർജർ കൊടുത്ത സംഭവമുണ്ട്. അപ്പം അതൊരു വലിയ കൂട്ടായ്മയാണ്. അത് ഇതിനകത്ത് വന്നെങ്കിലേ അത് മനസ്സിലാവും. നമ്മൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇവോക്ക് എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇപ്പോൾ അകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇവോക്കിനെ കുറിച്ച് നല്ലൊരു ധാരണയുണ്ട്. ഇവോക്ക് എന്താണെന്ന് അവർക്കറിയാം. ഞങ്ങൾ വലിയ പരിപാടികൾ നടത്തി. കഴിഞ്ഞ വർഷം ആഷിസ് കൺവെൻഷൻ സെന്ററിൽ എറണാകുളത്ത് വെച്ച് 3000 പേര് പങ്കെടുക്കുന്ന വലിയൊരു മീറ്റപ്പ് നടത്തിയായിരുന്നു. അതിൽ ഒട്ടുമിക്ക ആളുകളും നമ്മുടെ അസോസിയേഷനിലുള്ളവർ പങ്കെടുത്തു. ഇനി ഈ ഒരു 2-3 മാസത്തിനകം 7000 പേരോളം പങ്കെടുപ്പിച്ചുകൊണ്ട് എറണാകുളത്ത് വെച്ച് വലിയൊരു മീറ്റപ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു വലിയൊരു സംഘടനയായിട്ട് മാറി. ഇതിൽ ദിനം പ്രതി 10, 30, 40 ആളുകൾ അസോസിയേഷനിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. evok.co.in എന്ന സൈറ്റിൽ കയറി ആൾക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാം. ഈ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഇവോക്കിൽ ഉള്ള കേരളത്തിൽ മുഴുവനും നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അതിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ 12 രൂപ 60 പൈസയാവും ഒരു യൂണിറ്റിന് നമ്മുടെ ഇവോക്കിലെ മെമ്പേഴ്സിന്. ഇപ്പോൾ അത് മാക്സിമം അവർ വിനിയോഗിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അതിനകത്ത് പങ്കാളികളാണ്. ഈ ഇവോക്കിലുള്ള ആളുകളാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ പ്രൈവറ്റായിട്ട് ചാർജിങ് സ്റ്റേഷൻ വെച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഏതാണ്ട് 8 എണ്ണം നമ്മൾ പ്രൈവറ്റ് വെച്ച് കൊടുത്തു. ഒരു 4 എണ്ണത്തിൻ്റെ വർക്ക് പ്രൈവറ്റായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിലാണ് ഈ കേരളത്തിൽ മുഴുവനും ചാർജിങ് സ്റ്റേഷൻ വെക്കണം എന്നതാണ് ആഗ്രഹം. നമ്മളെ ഒരു 100 എണ്ണമാണ് കേരളത്തിൽ. അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്, കർണാടക ഈ സ്റ്റേറ്റുകളിലേക്കും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും വളരെ സപ്പോർട്ട് നമുക്കുണ്ട്. അതുപോലെ അന്ന് എല്ലാ ചാനലും അവിടെ വന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം എല്ലാ ചാനലുകളിലും, ഏഷ്യാനെറ്റിലായാലും കൈരളിയിലായാലും മനോരമയിലും 24-ലും എല്ലാം വന്നായിരുന്നു. ഇപ്പം കൈരളിയും മാതൃഭൂമിയും നമ്മുടെ ഈ
ചാർജിങ് സ്റ്റേഷനെ കുറിച്ച് നമ്മുടെ അസോസിയേഷനെ കുറിച്ചും അവർ വാർത്തയിൽ കൊടുത്തു. യഥാർത്ഥത്തിൽ ഒരു സത്യം പറഞ്ഞാൽ ഈ ഇങ്ങനെ വരുമെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആരും സ്വപ്നത്തിൽ വിചാരിച്ചല്ല. ഇവക്ക് ഇങ്ങനെ ചെറിയ ഒരു വാട്സാപ്പ് കൂട്ടായ്മയിൽ നിന്ന് വലിയ ഒരു സംഘടനയായിട്ട് മാറുന്നു. ആ സംഘടന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറുന്നു. എല്ലാവരും അതിൽ ഒരേ മനസ്സോടെ നിന്ന് പ്രവർത്തിക്കുന്നു. ഇവിടേക്കോ കണ്ണൂരും കാസർഗോഡുമുള്ള ആളുകളും തിരുവനന്തപുരത്തുള്ള ആളുകളും തമ്മിൽ വലിയ ബന്ധം ഉണ്ടാകുന്നു. നമുക്ക് 14 ജില്ലയിൽ 14 കമ്മിറ്റികളുണ്ട്. അതിൽ ചെയർമാനും വൈസ് ചെയർമാനും കൺവീനർ, ജോയിന്റ് കൺവീനർ, അങ്ങനെ എല്ലാ ജില്ലയിലും കമ്മിറ്റികൾ, ശക്തമായ കമ്മിറ്റികളാണ്. എല്ലാ കമ്മിറ്റികളും മീറ്റപ്പ് നടന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മിക്കവാറുമുള്ള എല്ലാ ജില്ലകളിലും ഇപ്പോൾ മീറ്റപ്പ് നടന്നു. ഇനിയും മീറ്റപ്പ് നടത്താൻ കുറച്ച് ജില്ലകളുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേറ്റ് മീറ്റപ്പിലേക്ക് പോകും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇവോക്ക് എന്നാൽ നമ്മുടെ ഒരു ഇലക്ട്രിക് വണ്ടിയുള്ള ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഇവോക്ക് എന്ന ഈ സംഘടനയിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് സത്യസന്ധമായ കാര്യം. പുറത്തു നിന്നൊക്കെ പല നെഗറ്റീവ് കമന്റുകൾ, പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമ്മളെ സംബന്ധിച്ച് അതൊന്നും ഞങ്ങൾക്കൊരു വിഷമമേ അല്ല. കാരണം ഇതിനകത്ത് വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഇവോക്ക് എന്താണെന്നും ഏത് രീതിയിലാണ് ഇവോക്ക് ആ ആളുകളെ സഹായിക്കുന്നത് എന്നും വ്യക്തമായിട്ട് അറിയാം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്കൊരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. 24 മണിക്കൂറും ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ഞങ്ങൾ കുറച്ച് പേര് എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചവരെ സഹായം ചെയ്യും. പിന്നെ ചില ആളുകളുടെ ഒരു കമന്റുകൾ കേൾക്കാറുണ്ട്, ഈ സംഘടനയിൽ വരുന്നതിന് പൈസ കൊടുക്കുന്ന എന്തിനാ എന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. അത് ഈ ചില മുടന്തൻ ന്യായങ്ങളെന്നേ നമ്മൾ പറയും. ഏതൊരു സംഘടനയ്ക്കും ഫണ്ട് ഉള്ളതാണ്. ഒരു സംഘടന പ്രവർത്തിച്ചു പോകണമെങ്കിൽ അതിന് ഒരു ഫണ്ട് അത്യാവശ്യമാണ്. നമ്മൾ ആദ്യമേ 1250 രൂപയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അത് ആളുകൾ കൂടുന്നതനുസരിച്ച് നമ്മളത് കുറച്ച് 600 രൂപയാക്കി. 100 രൂപ മെമ്പർഷിപ്പ് ഫീയും 500 രൂപ ആനുവൽ ഫീയും. അത് ഈ സംഘടനയുടെ ഫണ്ടാണ്. ആ സംഘടനയുടെ ഫണ്ടിൽ ഒരു കമ്മിറ്റി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതികളുണ്ട്. ഒരു രജിസ്റ്റേർഡ് സംഘടന ഏത് രീതിയിലാണ് പോകേണ്ടതെന്നുള്ളതെല്ലാം അറിയാം. അതിന് താല്പര്യമുള്ള ആളുകളാണ് ഈ സംഘടനയിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്നവരുടെ ഗുണം, നമ്മൾ സാധാരണ നിലവിൽ ചെയ്യുന്നതിനേക്കാളും 5 രൂപ 6 രൂപയാണ് ഇവോക്കിലെ മെമ്പർമാർക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഒരു ചാർജ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിന്. അങ്ങനെ ചെയ്താൽ തന്നെ ഒരു മാസം 6 പ്രാവശ്യം ചാർജ് ചെയ്താൽ തന്നെ ഈ 600 രൂപ അതിൽ മുതലാവും. പിന്നെ അവരുടെ എന്ന് സംഘടന നിൽക്കുന്നോ അന്ന് വരെ അവർക്ക് ആ ഡിസ്കൗണ്ട് ഇത് ചെയ്യും. പിന്നെ ഈ പൈസ എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരുപാട് ചെലവുകളുണ്ട്. മീറ്റപ്പുകൾ നടത്തണം, അങ്ങനെ ഉള്ള ചെലവുകളും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആളുകളെ പങ്കെടുപ്പിക്കുമ്പം അവരിൽ നിന്നൊന്നും 10 പൈസയും നമ്മൾ വാങ്ങിയല്ല ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾക്ക് അവർക്ക് ദൂരെ നിന്ന് വരുന്നവർക്ക് അക്കോമഡേഷനും ഫുഡും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്താണ് വലിയ ഒരു ഇത് നമ്മൾ രൂപീകരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെല്ലാം ചെലവ് വരും. ഒറ്റ ഉത്തരമേ ഉള്ള ഒരു സംഘടനയ്ക്ക് എന്തിനാണ് നിങ്ങൾ പൈസ മേടിക്കുന്നതെന്ന് ചോദിച്ചാൽ ആരെയും നിർബന്ധിച്ച് ഈ അസോസിയേഷനിലേക്ക് കൊണ്ടുവരുന്നില്ല. ഞങ്ങൾക്ക് 30 കമ്മിറ്റി മെമ്പറുണ്ട്, സെക്രട്ടറി ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, ട്രഷറർ ഉണ്ട്. അവരുടെ ജോയിന്റ് അക്കൗണ്ടാണ്. ഇതല്ലാതെ ഒരാൾക്കും എടുത്ത് ഇതിൽ നിന്ന് പൈസ എടുത്ത് നമുക്കൊന്നും വിനിയോഗിക്കാൻ പറ്റില്ല. ഈ അസോസിയേഷന്റെ പ്രവർത്തനത്തിന് വേണ്ടിയും ഈ അസോസിയേഷന് മുന്നോട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പൈസ ഉപയോഗിക്കുന്നത്. 2 നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വണ്ടി സംബന്ധമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിന് ചെലവുകൾ വരും. അങ്ങനെ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിലെല്ലാം നമ്മൾ ഇടപെടുമ്പോൾ അതിന് സാമ്പത്തിക ചെലവുകൾ വരും. അപ്പോഴും ആരെ കയ്യിൽ നിന്നും 10 പൈസയും നമ്മൾ വാങ്ങിക്കുന്നില്ല. ഫണ്ടിൽ നിന്നാണ് ഇതെല്ലാം എടുക്കുന്നതും ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഇതെല്ലാം. അതും കൂടെ ഞാൻ ഈ അവസരത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നിർബന്ധം പൂർവ്വം ആരെയും ഈ അസോസിയേഷനിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുന്നില്ല. താല്പര്യമുള്ളവർ ഇതിനകത്ത് ഇത് ശരിയാണെന്ന് തോന്നുന്ന ആളുകൾക്ക് ഇതിലേക്ക് വരാം. ഇതിനകത്ത് നിൽക്കുമ്പം ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും. എല്ലാവരെയും നമ്മൾ ഈ വണ്ടി ഉള്ള എല്ലാവരെയും, 4 വീലർ വണ്ടിയുള്ള എല്ലാവരെയും ഇവോക്കിലേക്ക് ഹാർദവമായി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഇതിന്റെ പങ്കാളിയാവാം. നമുക്ക് വലിയൊരു കൂട്ടായ്മയും വലിയൊരു സംഘടനയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. വണ്ടിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരും. 8 വർഷം കഴിയുമ്പോഴത്തേന് വണ്ടിയുടെ ബാറ്ററി അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ കഴിയുമ്പോൾ വണ്ടിയുടെ ബാറ്ററിയുടെ പ്രശ്നം വരും. ഇതിനെല്ലാം നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. ആളുകൾ ഇപ്പോഴും ഇതിനകത്ത് വരാത്തത് ഈ ഉള്ള കൺഫ്യൂഷൻ കൊണ്ടാണ്. ഈ കാലാവധി കഴിഞ്ഞാൽ വണ്ടിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു പ്രശ്നം ആളുകളുടെ മനസ്സിലുണ്ട്. ഇതെടുത്ത നമുക്കും ആ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ നമ്മൾ ഈ രണ്ടും കൽപ്പിച്ച് എടുത്ത ആളുകളാണിത്. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു ധാരണയിൽ എടുത്തതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അതെല്ലാം നമ്മൾ അത്യാവശ്യം
ഇവോക്ക് എന്ന സംഘടന ഇടപെട്ട് അത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവോക്ക്.